ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മഴതോരും മുൻപിയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെറിൻ അലീനയുടെ പപ്പയുടെ സ്വന്തം അനുജത്തിയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതോടെ അലീനയ്ക്ക് ഷെറിനെ കാണാൻ വല്ലാതെ കൊതിയാവുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും വല്യപ്പച്ചനെ കൂട്ടുപിടിച്ച് ഷെറിനെ കാണുവാൻ വേണ്ടി പോകണമെന്ന് അലീന മനസ്സിൽ ഉറപ്പിക്കുകയാണ്. വല്യപ്പച്ചന് വെറുതെ ഇരുന്നപ്പോൾ അലീന അടുത്തേന്ന് ചോദിച്ചു, വല്യപ്പച്ച, എന്നെ എപ്പോഴാണ് തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ നിന്നെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ്. പക്ഷേ നിൻ്റെ പപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നീ വേണമെങ്കിൽ സമ്മതം മേടിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് ഔതക്കുട്ടി പറയുകയാണ് കേട്ടോ. അലീന ചെന്ന് സ്റ്റാൻലിയോട് ചോദിച്ചു, പപ്പ, ഞാൻ പപ്പയുടെ തറവാട്ടിൽ പോയി വരട്ടെ വല്യപ്പച്ചൻ്റെ കൂടെ? എൻ്റെ തറവാട്ടിലേക്കോ? അതെന്തിനാ അലീന എൻ്റെ തറവാട്ടിലേക്ക് പോകുന്നത്? അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ പപ്പ, ഞാൻ വല്യപ്പച്ചൻ്റെ കൂടെയല്ലേ പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞത്. വല്യപ്പച്ചന് നീ വിചാരിക്കുന്ന പോലെ വലിയ സ്ഥാനമൊന്നും ആ വീട്ടിൽ ഇപ്പോൾ ഇല്ല. തറവാട് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ വീട് എൻ്റെ അനുജൻ റോബിച്ചൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ നിന്നെ അവിടെ എത്രത്തോളം സ്വീകരിക്കുമെന്നോ നിനക്ക് അവിടെ ചെന്നാൽ ചിലപ്പോൾ എന്തൊക്കെ മാനക്കേടുണ്ടാകുമെന്നോ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പോകണ്ട എന്ന് പറയുന്നത്. അവിടെയുള്ളവർ എന്നെ കൊല്ലുമെന്നില്ലല്ലോ പപ്പ. എന്ത് മാനക്കേടുണ്ടായാലും ഞാൻ സഹിച്ചോളാം. പപ്പ എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ മതി. അലീന, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത്രയും പിടിവാശി പാടില്ല. ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് എണീറ്റ് പോയി. അലീനയ്ക്ക് സങ്കടം വന്നു കേട്ടോ. അലീന ചെന്ന് സങ്കടത്തോടെ ഔതുക്കുട്ടിയോട് പറഞ്ഞു, എന്നെ വിടുന്നില്ല വല്യപ്പച്ച. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, അവൻ വിടില്ല എന്ന്. അവൻ ഇഷ്ടമല്ല നിന്നെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. എൻ്റെ ഇളയ മകൻ റോബിച്ചന് സ്റ്റാൻലി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പോലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ ഒട്ടും ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം സ്റ്റാൻലി എതിർത്തത്. എന്നാലും വല്യപ്പച്ച, എൻ്റെ പപ്പയുടെ ആൾക്കാരെയും പപ്പയുടെ തറവാടുമൊക്കെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമില്ലേ? ഇത്രയും കാലം ഞാൻ അനാഥാലയത്തിലല്ലേ ജീവിച്ചത്. കുടുംബക്കാരെയും ഒക്കെ കാണണമെന്നൊക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? വല്യപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ആരും എന്നെ ഒന്നും ചെയ്യില്ലല്ലോ. നിന്നെ ചെയ്യാനോ? സ്റ്റാൻലിയുടെ മകളെ തൊടാൻ ആർക്കാ ധൈര്യമുള്ളത്? പിന്നെന്താ വല്യപ്പച്ച പ്രശ്നം? വല്യപ്പച്ച എന്ന് സംസാരിച്ചോക്കെ എൻ്റെ പപ്പയോട്, എന്നെയും കൂട്ടി തറവാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന്. വല്യപ്പച്ചൻ കൂടി റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞേക്കും. അലീനയുടെ അപേക്ഷ ഔതക്കുട്ടിക്ക് തള്ളിക്കളയാനായില്ല. സ്റ്റാലിനോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് സമ്മതിപ്പിക്കണമെന്ന് ഔതക്കുട്ടി മനസ്സിലുറപ്പിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോൾ അലീന മാത്രം വന്നില്ല. സ്റ്റാൻലി ഔതക്കുട്ടിയോട് തിരക്കി, അലീന എവിടെ? അറിയില്ല, അവൾ പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓഹോ, വീണ്ടും തുടങ്ങിയോ സമരം? അത് പിന്നെ എങ്ങനെ സമരം ചെയ്യാതിരിക്കും? നീ അവളുടെ ഒരിഷ്ടങ്ങളും അംഗീകരിച്ച് കൊടുക്കുന്നില്ലല്ലോ. എന്താ അപ്പം ഈ പറയുന്നത്? ഞാൻ അവളെ തറവാട്ടിലേക്ക് വിടാത്തതാണോ വലിയ കാര്യം? എടാ, അവൾ പറയുന്നതിലും കാര്യമില്ലേ? അവൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം നിൻ്റെ തറവാടൊന്ന് കാണണമെന്ന്? അവൾ കളിച്ച് വളരേണ്ട വീടായിരുന്നില്ലേ അത്? അവളൊന്ന് പോയി കണ്ടോട്ടെടാ. ഓഹോ, അപ്പൻ അവളുടെ സപ്പോർട്ടാണല്ലേ? വെറുതെ അല്ല അവളിങ്ങനെ വഷളാവുന്നത്. അപ്പൻ അവളെ കൊഞ്ചിച്ച് വഷളാക്കുകയല്ലേ? പിന്നല്ലാതെ എനിക്കെൻ്റെ കൊച്ചുമോളയിലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവൾ പറയുന്നല്ലേ ന്യായം. അതുകൊണ്ട് ഞാനും അവളുടെ സൈഡായെന്ന് പറഞ്ഞ് ഔതക്കുട്ടിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അവളോട് തറവാട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞതെന്ന് അപ്പന് മനസ്സിലായില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ മകളൊരു പരിഹാസപാത്രമായി മാറും. റോബിച്ചനും ഭാര്യയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല എൻ്റെ മകൾ അങ്ങോട്ട് ചെന്നാൽ. എൻ്റെ മകൾ ഈ വീട്ടിലായതുകൊണ്ടല്ലേ ആരും ഒന്നിനും വരാത്തത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ പിന്നെ എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? അതൊക്കെ എൻ്റെ മകൾ കേൾക്കേണ്ടി വരില്ലേ? അലീനയെ ആരെങ്കിലും പരിഹസിച്ചാൽ അതെന്നെ പരിഹസിക്കാൻ തുല്യമല്ലേ? അതുകൊണ്ടാണ് ഞാൻ വിടാത്തത്. എന്തിനാ വെറുതെ? അപ്പൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് അവളോട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അപ്പോൾ തുടങ്ങും നിരാഹാര സമരം. എനിക്കെങ്ങും വയ്യ, നീ തന്നെ പോയി പറ. ഞാനിപ്പോൾ പറയാൻ പോയാൽ അവൾ വിചാരിക്കും ഞാൻ നിൻ്റെ സൈഡാണെന്ന്. അതെന്തായാലും വേണ്ട. അപ്പനും മോളും തമ്മിലുള്ള പ്രശ്നം അപ്പനും മോളും തമ്മിൽ തന്നെ തീർത്താൽ മതി. എന്നെ അതിലേക്ക് വലിച്ചെഴുക്കണ്ട. അലീന ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് സ്റ്റാൻലിക്കും കഴിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റാൻലി കഴിച്ചതുപോലെ ആക്കി തീർത്ത് അലീനയുടെ റൂമിലേക്ക് ചെന്നു. അവൾ പിണങ്ങിയിരിക്കുകയാണ്. മുഖത്ത് നല്ല സങ്കടമുണ്ട്. അലീന, നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? വീണ്ടും പിണങ്ങിയിരിക്കുവാണോ? നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ പപ്പ ഞാൻ മനസ്സിലാക്കേണ്ടത്? എനിക്ക് പപ്പയുടെ തറവാട്ടിൽ പോകണമെന്നൊരാഗ്രഹം പറഞ്ഞു. ഞാനവിടെ സ്ഥിരതാമസത്തിന് പോകുന്നില്ലല്ലോ. ഒരു ദിവസമല്ലേ? ഒരു ദിവസം പോയിട്ട് എനിക്ക് വരുന്നതിന് എന്താ? ശരി, നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ പോയിക്കോ. പക്ഷേ ഞാനും കൂടെ വരും. വല്യപ്പച്ചനൂടെ മാത്രം നീ പോയാൽ ശരിയാവില്ല. അവിടെയുള്ള പലരും നിന്നെ ചിലപ്പോൾ അപമാനിക്കും. അതൊന്നും നിനക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. എത്ര വലിയ അപമാനം സഹിക്കുവാനും പപ്പയുടെ ഈ മോൾക്ക് ഇപ്പോൾ കഴിയും. കാരണം 24 വർഷമായി അനാഥ എന്നൊരു പേര് ഞാൻ കേൾക്കുന്നു. അതിനേക്കാൾ വലിയ അപമാനം ഒന്നുമില്ല എനിക്കിനി. സ്റ്റാൻലിക്കത് വല്ലാതെ വേദനിച്ചേട്ടോ. സ്റ്റാൻലി പറഞ്ഞു, ഓക്കെ, നമുക്ക് പോവാം. പോയി ഭക്ഷണം കഴിക്കുക ഫസ്റ്റ്, എന്നിട്ട് വേഗം റെഡി ആയിക്കോ. ഞാനും കൂടെ വരാം. താങ്ക് യു പപ്പ, താങ്ക് യു സോ മച്ച്. അലീന സന്തോഷത്തോടെ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
അങ്ങനെ അലീനയും മൗതക്കുട്ടിയും സ്റ്റാലിയും ചേർന്ന് കൊട്ടാരമറ്റം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആൻസിയാണ് വാതിൽ തുറന്നത്. സ്റ്റാലിയുടെ മകളെക്കുറിച്ച് മുൻപ് അറിഞ്ഞതുകൊണ്ട് തന്നെ ആൻസിക്ക് അലീനയെ കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. റോബിച്ചൻ്റെ അമ്മയുടെ ഫോട്ടോ മാത്രമേ ആൻസി കണ്ടിട്ടുള്ളൂവെങ്കിലും അലീനയെ കണ്ട മാത്രമേ തന്നെ ആൻസി മനസ്സിലാക്കി കഴിഞ്ഞു. റോബിച്ചൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായ തന്നെ അലീനയ്ക്കും. വാതിൽ തുറന്ന് പരിഭ്രമത്തോടെ അങ്ങനെ തന്നെ ആൻസി കുറച്ചു നേരം നിന്നുപോയി. അപ്പോൾ അവതക്കുട്ടി ചോദിച്ചു, എന്താ പെണ്ണെ, ഞങ്ങളെ അകത്തേക്ക് കയറ്റുന്നില്ലേ? അയ്യോ സോറി അപ്പ, അത് പിന്നെ ഞാൻ ഈ കുട്ടിയെ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ നിന്നുപോയി. വരൂ, എല്ലാവരും അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ആൻസി അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. അലീന ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്വീകരണമായിരുന്നു ആൻസിയുടെ ഭാഗത്തു നിന്നും അലീനയ്ക്ക് കിട്ടിയത്. അലീന മനസ്സിൽ കരുതി, നല്ലൊരു ചേച്ചി തന്നെ, നല്ല സ്വഭാവം. അപ്പോഴേക്കും ആരാ ആൻസി വന്നതെന്ന് ചോദിച്ചുകൊണ്ട് റോബിച്ചൻ ഹാളിലേക്ക് നടന്നു വന്നു. അലീനയെ കണ്ടതും റോബിച്ചൻ്റെ മുഖത്തെ ഭാവം മാറുകയാണ് കേട്ടോ. അവതക്കുട്ടി പെട്ടെന്ന് പറഞ്ഞു, എടാ റോബി, ഇതാണ് സ്റ്റാലിയുടെ മകൾ. ചേട്ടൻ്റെ മകളോ? എൻ്റെ അറിവിൽ 2 പെൺകുട്ടികളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അവരിവിടെ വന്നു പോയിട്ടുമുണ്ട്. ഈ കുട്ടി എപ്പോൾ ജനിച്ചു? റോബി കളിയായിക്കൊണ്ട് ചോദിച്ചേട്ടോ. സ്റ്റാലി പെട്ടെന്ന് ഇടക്കേറി പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ജനിച്ച മകളാണിവൾ. അലീന എന്നാണ് പേര്. എൻ്റെ മകൾക്ക് എൻ്റെ തറവാട് കാണണമെന്ന ആഗ്രഹം, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ ആരും ഇവളോട് മോശമായി പെരുമാറുവാനോ സംസാരിക്കുവാനോ പാടില്ല. റോബിച്ച, എൻ്റെ മകൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നതാണ്. അവൾക്ക് ഇവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ആർക്കേലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളണം. ഞാൻ തരാം അതിനുള്ള മറുപടി. എൻ്റെ മോളോട് ആരും ഒന്നും ചോദിക്കുവാൻ പാടില്ല. റോബിച്ചന് സ്റ്റാലിയെ നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ ഒന്നും തിരിച്ച് മറുപടി കൊടുത്തില്ല കേട്ടോ. ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പം എൻ്റെ മകളെ നല്ലോണം നോക്കിക്കൊള്ളണം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പോൾ തന്നെ എന്നെ വിളിച്ചോണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടുന്ന് പോയി കേട്ടോ. സ്റ്റാൻലി പോയ ഉടനെ അവതക്കുട്ടി അലീനയെ വീട് മുഴുവൻ ചുറ്റി കാണിച്ചു. അവതക്കുട്ടിയുടെ റൂം കാണിച്ചപ്പോഴാണ് അലീനയുടെ കണ്ണിൽ ആ ഫോട്ടോ ശ്രദ്ധിക്കപ്പെട്ടത്. അലീനയുടെ വല്യമ്മ, അവതക്കുട്ടിയുടെ ഭാര്യ. വല്യപ്പച്ചനും പപ്പയും പറയുന്നത് സത്യം തന്നെ. വല്യമ്മയുടെ അതേ രൂപമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വല്യപ്പച്ച, വല്യമ്മയുടെ അതേ രൂപമാണ് എനിക്കല്ലേ? വല്യമ്മയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? എൻ്റെതുപോലെ തന്നെയായിരുന്നോ? ആ, ഏറെക്കുറെ നിൻ്റെതുപോലെ തന്നെയായിരുന്നു. ആൾ നല്ല പാവമൊക്കെ ആയിരുന്നു. പക്ഷേ നിൻ്റെ അത്രയും സ്മാർട്ടല്ല. അത് വല്യപ്പച്ച എന്നെ നാക്കിയതാണല്ലോ. സത്യമാ മോളെ, നീ നല്ല സ്മാർട്ടല്ലേ? നല്ല ഉറച്ച മനസ്സുള്ളവളല്ലേ? നിൻ്റെ വല്യമ്മ വെറും ഒരു പാവം പൊട്ടി പെണ്ണായിരുന്നു. ഞാൻ എത്രമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ എന്തു പറഞ്ഞാലും അവൾ കുറച്ച് നേരം കരഞ്ഞിരിക്കും. പിന്നെയും എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വരും. അത്രയും പാവമായിരുന്നു. ഓ, വല്യപ്പച്ചൻ്റെ കൂടെ ജീവിച്ച എൻ്റെ വല്യമ്മയെ സമ്മതിക്കണമല്ലേ വല്യപ്പച്ച? ഒരു അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു. അലീനയും മൗതക്കുട്ടിയെ കളിയാക്കി. വല്യപ്പച്ചൻ്റെ ഇളയ മകൾ ഷെറിനാൻ്റെയെ കണ്ടില്ലല്ലോ, എവിടെയാളും? അത് പിന്നെ മോളെ, ഷെറിൻ അങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല. എപ്പോഴും റൂമിൽ തന്നെയാണ്. അതെന്തിനാ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്നത്? അത് അവൾക്ക് സുഖമില്ല മോളെ. അവൾക്ക് കുറച്ച് മാനസികമായി കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചികിത്സയിലാണ്. അതുകൊണ്ട് അങ്ങനെ മുറിവിട്ട് പുറത്തിറങ്ങാറില്ല. വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവതക്കുട്ടി അലീനയെ കൂട്ടി ഷെറിൻ്റെ റൂമിലേക്ക് ചെന്നു. അലീനയെ കണ്ടതും ഷെറിൻ കൗതുകത്തോടെ നോക്കിയാണ് കേട്ടോ. തൻ്റെ അമ്മയെ ഓർമ്മ വന്നു ഷെറിന്. ഷെറിൻ ചോദിച്ചു, ഇതാരാ അപ്പാ? ഇതാണ് മോളെ, സ്റ്റാലിയുടെ മോള്. ലാലിച്ചാന് മോളെ തിരിച്ചു കിട്ടിയല്ലേ? അപ്പോൾ എനിക്കെന്നാ അപ്പം എൻ്റെ മോളെ തിരിച്ചു കിട്ടുന്നേ? എനിക്ക് എൻ്റെ മോളെ ഇത്ര വലിയതായിട്ടൊന്നും വേണ്ട, ചെറിയ പ്രായത്തിലേ കിട്ടണം. ലാലിച്ചൻ്റെ മോളെ തപ്പി കണ്ടുപിടിച്ചതുപോലെ എൻ്റെ മോളെയും തപ്പി പിടിച്ചു കൊണ്ടുതാ എന്ന് പറഞ്ഞുകൊണ്ട് ഷെറിൻ അവതക്കുട്ടിയോട് കൊഞ്ചാൻ തുടങ്ങി കേട്ടോ. അവതക്കുട്ടിയാണെങ്കിൽ അലീനയുടെ മുഖത്ത് നോക്കാൻ വല്ലാതെ ഭയപ്പെട്ടു. ഷെറിൻ്റെ മോളെക്കുറിച്ച് അലീന എന്തായാലും ചോദിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞേ പറ്റൂ. അലീനയ്ക്ക് നല്ല ബുദ്ധിയാണ്. അതുകൊണ്ട് കള്ളം പറഞ്ഞാലും അവൾ കണ്ടുപിടിക്കും. അപ്പോഴാണ് ആൻസി അങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഇന്ന് ഷെറിൻ മരുന്ന് കഴിച്ചിട്ടില്ല. എത്ര നിർബന്ധിച്ചിട്ടും കഴിച്ചിട്ടില്ല. അവളുടെ മോളെ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഇനി മരുന്ന് കഴിക്കുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. എന്നാ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കാൻ മേലായിരുന്നു ആൻസി. എൻ്റെ അപ്പ, ഞാൻ നിർബന്ധിക്കാഞ്ഞിട്ടാണോ? അവൾ വായിലിട്ട് കഴിഞ്ഞാൽ തുപ്പിക്കളയെ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഷെറിൻ ആൻറ്റിയെ ഞാൻ മരുന്ന് കഴിപ്പിച്ചോളാം ആൻസി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ആൻസിക്ക് നേരെ കൈ നീട്ടി. നടന്നത് തന്നെ. ഇവിടെ ഏറ്റവും അടുപ്പം എന്നോട് മാത്രമാണ് ഷെറിന്. ഞാൻ വിചാരിച്ചിട്ട് പോലും ഷെറിനെ മരുന്ന് കഴിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ ഈ കുട്ടി വിചാരിച്ച് നടക്കുന്നത്? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ആൻസി ചേച്ചി. എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും റൂമിൽ നിന്ന് പോയപ്പോൾ അലീന ഷെറിൻ്റെ അടുത്തിരുന്ന് ഷെറിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് എല്ലാം അറിയാം. ഷെറിൻ്റെ മോളെ കണ്ടെത്തുവാനേ ഞാൻ സഹായിക്കാട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മോളെ അറിയാവോ എന്ന് ഷെറിൻ ചോദിച്ചു.